മനുഷ്യരാശിയെ കൊന്നൊടുക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കും LDF എതിരാണ്. ഉറച്ച ശബ്ദത്തിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞു. ഗൾഫിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് സുരക്ഷ ഒരുക്കാൻ ഇന്ത്യ ഗവൺമെന്റിനോട് കേരളം ആവശ്യപ്പെട്ടു. അവരുടെ വിവരങ്ങൾ തക്ക സമയത്ത് അറിയാൻ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചു. നിരന്തരമായി കേരള ഗവൺമെന്റ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായും സർക്കാരുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റൂ. നമുക്ക് വിമാനമില്ല, വിമാനം അയക്കാൻ. നമുക്ക് യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ അധികാരമില്ല. നമ്മളൊരു സംസ്ഥാനം മാത്രമാണ്. എന്നിട്ടും ഇങ്ങനെ പെരുമാറുന്നു. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഈ വിധത്തിൽ ഇടപെട്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഇടപെട്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഇടപെട്ടോ? കോൺഗ്രസ് ഭരണമുള്ള ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് മിണ്ടിയോ? എന്താണ് ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം? രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിന് ആധാരം. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഓരോ പാർട്ടിയുടെയും അഭിപ്രായം എന്താണെന്ന് നോക്കിയാണ് വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിപരമായ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയോ ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ ഒന്നുമല്ല. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ രാഷ്ട്രീയ പ്രശ്നം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ പരാജയമാണ് ഉണ്ടായത്. ഒരു സീറ്റ് മാത്രം നമ്മൾ ജയിച്ചു. 20-ൽ 1 സീറ്റ് പാലക്കാട് ജില്ലയിൽ ആ ഭാഗത്ത് വരുന്ന ആലത്തൂർ എന്ന് പറയുന്ന ഒരു ലോക്സഭാ സീറ്റ്. ബാക്കിയെല്ലാം UDF ആ ജയിച്ചത്. ആ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ അങ്ങ് നേടിയെടുക്കാമെന്ന വ്യാമോഹം ചില UDFകാർക്ക് ഉള്ളതുപോലെ തോന്നുന്നു. ഇന്നലെ UDFന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിന്റെ പേരാമ്പ്ര മണ്ഡലം കൺവെൻഷനിൽ വടകര മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പാർലമെന്റ് മെമ്പർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദം കൊണ്ടുകൊണ്ട് സംസാരിച്ചു പോലും. വലിയ വിജയം നേടിയത് അദ്ദേഹത്തിന്റെ എന്തോ വ്യക്തിപരമായ നേട്ടമായി, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തിളക്കമായി ഒക്കെ പ്രദർശിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, 2019 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഇത് 24-ലെ തെരഞ്ഞെടുപ്പാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായി. അന്ന് 1 സീറ്റിലാണ് LDF ജയിച്ചത്. ആലപ്പുഴ മാത്രം. ബാക്കിയെല്ലാം തോറ്റു. വടകരയിലും തോറ്റു, കോഴിക്കോടും തോറ്റു, എല്ലാം തോറ്റു. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. 1 കൊല്ലം കഴിയുമ്പോ ആരാ ജയിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ തിളക്കമായി വന്ന കോൺഗ്രസിനോ UDFനോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിക്കാൻ സാധിച്ചോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് 21-ൽ LDF നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടാണ്. ഇത് കേരളത്തിലെ ഭരണം ആര് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 25-ൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 24-ലെ തെരഞ്ഞെടുപ്പ് വിധിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനത എന്നതാണ് കേരളത്തിലുടനീളമുള്ള അനുഭവം. 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ട് അഹങ്കരിക്കണ്ട. അത് വേറെ പ്രശ്നം. ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ആസ്പദമാക്കിയാണ് അത് ചർച്ച ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയാണ്. എന്തിനാണ് LDF ഗവൺമെന്റ് വീണ്ടും വരണമെന്ന് പറയുന്നത്? ഒന്ന്, കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനപരമായി സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. തികഞ്ഞ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ വർഗീയ കലാപങ്ങളില്ല. ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുന്ന പണിയില്ല. ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർക്കുന്ന പദ്ധതികളോ പരിപാടികളോ ഈ കേരളത്തിലില്ല. കേരളീയരായ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു ഗവൺമെന്റ്, എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന ഗവൺമെന്റ്. ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉള്ളത്? മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ആസാമിന്റെ മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വാസ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു.
അദ്ദേഹം എന്തോ കാരണത്താൽ രാജിവെച്ച് BJP ചേർന്നു. ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ 10,000-കണക്കിന് മുസ്ലിംകളെയാണ് ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തി നാട് കടത്തുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഇവിടെയുണ്ടോ? കേരളത്തിലെ BJP പ്രവർത്തകർ വോട്ടിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട്. വടക്കേ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം നൽകുന്നില്ല. അങ്ങേയറ്റത്തെ വിവേചനമാണ്, സുരക്ഷിതത്വമില്ല ജീവിതത്തിൽ. ഇതിനറുതി വരുത്തേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ, SIR, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, നിരവധി നിയമനിർമ്മാണങ്ങളിലൂടെ ഭാരതത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തന്നെ പതുക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിൽ മതനിരപേക്ഷത നിലനിൽക്കുന്നു. മനുഷ്യർക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം, ആരാധന നടത്താം, എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. ആ അന്തരീക്ഷം നിലനിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സുശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പോലെ കോൺഗ്രസിന് നിലപാടുണ്ടോ? കോൺഗ്രസ് ആണല്ലോ UDF നേതൃത്വം കൊടുക്കുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്.